അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 ബുധനാഴ്ച. ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ ചൊല്ലി ഇസ്രായേലിൽ ആഭ്യന്തര കലഹം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സമീറും തമ്മിലുള്ള പോര് രൂക്ഷമെന്ന് റിപ്പോർട്ടുകൾ. ഈ നീക്കം സൈന്യത്തിന് ഒരു കെണിയാണെന്ന വാദത്തിലാണ് IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ഉള്ളത്. ഇതിനിടയിൽ കലാപത്തിനും സൈനിക അട്ടിമറി ശ്രമത്തിനും പിന്നിൽ ഇയാൽ സമീറാണെന്ന് നെതന്യാഹുവിന്റെ മകൻ യേർ നെതന്യാഹു ആരോപിച്ചു. ഇയാൽ സമീറിനെ IDF മേധാവിയാക്കിയതിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെയും നെതന്യാഹുവിന്റെ മകൻ പ്രതിക്കൂട്ടിലാക്കി. ഇതോടെ സമീറിനെ പിന്തുണച്ച് കാറ്റ്സ് രംഗത്തെത്തുകയും ചെയ്തതോടെ പോര് രൂക്ഷമായിരിക്കുകയാണ്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മലയാളികളും കുടുങ്ങിയതായി സൂചന. ഇന്നലെ ഉച്ച മുതൽ കൊച്ചി സ്വദേശികളായ നാരായണൻ ശ്രീദേവി ദമ്പതികളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചു. 28 പേരുള്ള സംഘമാണ് ഉത്തരാഖണ്ഡിലേക്ക് യാത്ര തിരിച്ചത്. ഇതിൽ 8 പേർ കേരളത്തിൽ നിന്നുള്ള മലയാളികളും 20 പേർ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളികളും ആണെന്നാണ് വിവരങ്ങൾ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ 9 സൈനികരെയും കാണാതായി. ഹർഷിലിലുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് സൈനികരെ കാണാതായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സൈനിക ക്യാമ്പിനെയും വെള്ളപ്പൊക്കം ബാധിച്ചിരുന്നു. സൈനിക ക്യാമ്പിലെ ആശയവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും യൂണിറ്റ് ബേസിനെ പ്രതികൂലമായി ബാധിക്കുകയും 9 പേരെ കാണാതായെന്ന് സംശയിക്കുകയും ചെയ്യുന്നതായി സൈന്യം അറിയിച്ചു. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ കനത്ത നാശത്തിന് കാരണമായ മിന്നൽ പ്രളയത്തിന് കാരണം മേഘവിസ്ഫോടനമല്ലെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം കൂറ്റൻ ഹിമാനിയോ ഹിമതടാകമോ തകർന്നതാണെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് ഡാറ്റകളുടെ വിവരം ഉദ്ധരിച്ചാണ് വിദഗ്ധരുടെ നിരീക്ഷണം. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ധരാലി ഗ്രാമം സന്ദർശിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. വ്യോമമാർഗമാണ് മുഖ്യമന്ത്രി ധരാലിയിലേക്ക് എത്തിയത്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി കൂടുതൽ സേന ധരാലിയിലേക്ക് എത്തും. കാലാവസ്ഥ മോശമായതും ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിലെ ബുദ്ധിമുട്ടും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന് ധനവകുപ്പ്. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റേതാണ് കണ്ടെത്തൽ. DFO പ്രദീപ് കുമാർ, മുൻ റേഞ്ച് ഓഫീസർ സുധീഷ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രോഷ്നി എന്നിവർ വ്യാപക ക്രമക്കേട് നടത്തിയിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സർക്കാരിനെതിരെ തുറന്നടിച്ച് മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ. ഉത്തരവാദി ഭരണകൂടമാണെന്നും ശമ്പള കുടിശ്ശിക നൽകാത്തതിൽ വീഴ്ച ഭരണകൂടത്തിനാണെന്നും സെക്രട്ടേറിയറ്റിൽ 3.5 ലക്ഷം ഫയൽ കെട്ടിക്കിടക്കുന്നുവെന്നും G. സുധാകരന്റെ വിമർശനം. പരാതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ ചെയ്തില്ലെങ്കിൽ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും ഉപദേശം കൊണ്ട് കാര്യമില്ലെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ്. വീഴ്ച വരുത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സാമ്പത്തിക ലാഭത്തിനുവേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാർട്ടിൻ എന്നയാളുടെ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു, ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ശ്വേതാ മേനോനെതിരെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതേസമയം ശ്വേതാ മേനോൻ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.
സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഗായകൻ KJ യേശുദാസിനുമെതിരെ അധിക്ഷേപ പരാമർശവുമായി നടൻ വിനായകൻ. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരുവരുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നടന്റെ അധിക്ഷേപം. യേശുദാസിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിന്റെ പേരിൽ ഒട്ടേറെ പേർ വിനായകനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ മൂന്നാമത്തെ പ്രതിയും കീഴടങ്ങി. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്ന ദിവ്യ ഫ്രാൻസിസ് ആണ് കീഴടങ്ങിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ദിവ്യ കീഴടങ്ങിയത്. കേസിലെ മറ്റ് പ്രതികളായ വിനീത, രാധാകുമാരി എന്നിവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയിരുന്നു. തൃശൂരിൽ കോടാലി ഗവൺമെന്റ് UP സ്കൂളിൽ ഹാളിന്റെ സീലിംഗ് തകർന്നു വീണു. സ്കൂൾ അവധിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. മരപ്പെട്ടി കാരണമാണ് സീലിംഗ് വീണതെന്നാണ് സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം. വയനാട് CPMലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിവാദമായിരിക്കെയാണ് വീണ്ടും നടപടിയുണ്ടായത്. വയനാട് CPMൽ വിഭാഗീയതയെന്ന പരസ്യ പ്രസ്താവനയിലാണ് നടപടി. സദാനന്ദൻ ആക്രമണക്കേസിലെ പ്രതികളുടെ യാത്രയയപ്പ് വിവാദത്തിൽ മുൻമന്ത്രി KK ശൈലജയെ പിന്തുണച്ച് P ജയരാജൻ. CPM നേതാക്കൾ അതിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് താൻ പോകാതിരുന്നതെന്നും ജയിലിൽ പോയി അവരെ കാണുമെന്നും P ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ക്രിമിനലുകളുമായി വേദി പങ്കിടുന്നതിനൊപ്പം അവരെ വെള്ളപൂശിയിരിക്കുകയാണ് CPM MLAയും മുൻമന്ത്രിയുമായ KK ശൈലജയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. എന്നും അക്രമികളും കൊലയാളികളുമായി കൈകോർത്ത ചരിത്രമാണ് സംസ്ഥാനത്തെ CPMനുള്ളതെന്നും അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കിയാണ് അവർ മുന്നോട്ട് നീങ്ങിയതെന്നും ഈ നിലപാടിൽ മാറ്റം വരുത്താൻ ഉദ്ദേശമില്ലെന്നാണ് KK ശൈലജയുടെ വാക്കുകളും ജയിലിൽ CPM അക്രമികൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയുടെ വാർത്തകളുമെല്ലാം വ്യക്തമാക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷത്തിൽ SFI UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. UDF കള്ളവോട്ടിന് ശ്രമിച്ചു എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചു. പോലീസ് SFI പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചെന്നും ആരോപണം ഉയരുന്നുണ്ട്. ലാത്തിയടിയിൽ SFI ജില്ലാ കമ്മിറ്റി അംഗത്തിന് പരിക്കേറ്റു. SFI പ്രവർത്തകരും പോലീസും മർദ്ദിച്ചെന്ന് UDF പ്രവർത്തകരും ആരോപിക്കുന്നു. പുരപ്പുറ സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലെ വാർഷിക വളർച്ചാ നിരക്കിൽ കേരളം രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 99.97% വർധനവ് രേഖപ്പെടുത്തിയാണ് സംസ്ഥാനം ഒന്നാമതെത്തിയത്. PM സൂര്യഘർ പദ്ധതി അപേക്ഷകരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ചതിന്റെ ശതമാനത്തിൽ കേരളം രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊണ്ടുപോകവെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരമൊരുക്കിയ പോലീസ് നടപടിയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് DGP രവാഡ ചന്ദ്രശേഖർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ശൌചാലയങ്ങളാണോ എന്നതിൽ കൂടുതൽ വ്യക്തത തേടി ഹൈക്കോടതി. ഡീലർമാരുമായുള്ള കരാറിൽ പബ്ലിക് ടോയ്ലറ്റുകൾ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ എന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് വിശദീകരണം തേടിയത്. യാത്രക്കാർക്ക് എന്നാണ് നിർദ്ദേശമെങ്കിലും പൊതുജനം ഇതിൽ പെടുമെന്നാണ് എണ്ണ കമ്പനികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ വാക്കാൽ അറിയിച്ചത്. നിമിഷപ്രിയയുടെ മോചനം വൈകിപ്പിക്കുന്നത് തെക്കൻ കേരളത്തിലെ യുവ MLA എന്ന ആരോപണവുമായി നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ട്രഷറർ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട് രംഗത്ത്. നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതിസന്ധിയുണ്ടാക്കുന്നവരെ യുവ MLA സഹായിക്കുന്നുവെന്നും ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം. തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിനുള്ളിൽ പരിശോധന. വീടിനകത്ത് ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. വീടിനുള്ളിൽ മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കുഴിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന. തിരോധാന കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതിയായ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയെ ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ സംയുക്തമായി ചോദ്യം ചെയ്യും. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം.
KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിലുള്ള ദിവസങ്ങളിലാണ് മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങൾ, ഹെലിപാഡുകൾ, ഫ്ലൈയിംഗ് സ്കൂളുകൾ, പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ വ്യോമയാന കേന്ദ്രങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാനും BCAS നിർദ്ദേശിച്ചു. ദില്ലിയിൽ അതിസുരക്ഷാ മേഖലയിൽ നിന്ന് കോൺഗ്രസ് MP R സുധയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. ഓഖ്ല സ്വദേശിയായ യുവാവാണ് ദില്ലി പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് മാല കണ്ടെടുത്തു. യുവാവ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. 87 പുതിയ ഹെവി ഡ്യൂട്ടി സായുധ ഡ്രോണുകളും 110-ലധികം എയർ ലോഡ്സ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുമടക്കം പുത്തൻ ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൈന്യം. ഹെവി ഡ്യൂട്ടി ആംഡ് ഡ്രോണുകളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യ പ്രധാനമായും ഉപയോഗിച്ചത്. ഇതടക്കം പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം ചൊവ്വാഴ്ച പ്രാഥമിക അനുമതി നൽകി. 67,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. പൊതു ജലസ്രോതസ്സുകൾ ലഭ്യമാകുന്നതിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിൽ ശക്തമായി അപലപിച്ച് മദ്രാസ് ഹൈക്കോടതി. സംസ്ഥാനത്ത് തുല്യമായ പൊതുജലസ്രോതസ്സുകൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിൽ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശവും നൽകി. തെങ്കാശി തലൈവൻകോട്ടയിലെ വിവേചനപരമായ രീതികൾ ഉയർത്തിക്കാട്ടിയ 65-കാരിയായ സ്ത്രീ സമർപ്പിച്ച ജാമ്യാപേക്ഷയ്ക്ക് മറുപടിയാണ് കോടതിയുടെ വിമർശനം. ഇതിനായി ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. കമൽഹാസന്റെ സിനിമകൾ ബഹിഷ്കരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് BJP. ഞായറാഴ്ച അഗരം ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് കമൽഹാസൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് BJP രംഗത്തെത്തിയത്. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിനു ശേഷം റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI അറിയിച്ചു. ഫെബ്രുവരി മുതൽ 3 തവണയായി 100 ബേസിസ് പോയിന്റ് കുറച്ചതിനു ശേഷമാണ് ഈ നീക്കം. അമിത്ഷായ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ജാർഖണ്ഡ് ചൈബാസയിലെ ജനപ്രതിനിധികളുടെ കോടതിയാണ് ജാമ്യം നൽകിയത്. 2018-ൽ രാഹുൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് കേസ്. കൊലപാതക കേസ് ഉള്ളവർക്കും BJP പ്രസിഡന്റുമാരാകാം എന്ന പ്രസംഗത്തിലെ പരാമർശമാണ് വിവാദമായത്. പാകിസ്ഥാനിൽ 7 വയസ്സുള്ള ബാലനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി പോലീസ്. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗുൽസാർ ദോസ്തിന്റെ പ്രസംഗം ഉൾപ്പെടുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനാണ് കുട്ടിക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തിയത്. പോലീസ് നടപടിക്കെതിരെ പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ അപലപിച്ചു. ഈ നടപടിയെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും രാജ്യത്ത് തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണെന്നും HRPC പറഞ്ഞു. മാൻഡ്രിഡ് എയർപോർട്ടിൽ നിന്ന് പാരീസിലേക്ക് പറന്നുയർന്ന വിമാനത്തിൽ പക്ഷിയിടിച്ചു. വിമാനത്തിന്റെ മുൻഭാഗം തകർന്നതോടെ പുകയുയരുന്നത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ മുൻഭാഗത്താണ് പക്ഷി ഇടിച്ചത്. എഞ്ചിന് കേടുപാടുകൾ വന്നതിനാലാണ് ക്യാബിനിലേക്ക് പുക എത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. താരിഫ് വിഷയത്തിൽ ചർച്ച നടത്താൻ എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം നിരസിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ. ട്രംപിനെ വിളിക്കുന്നതിന് പകരം ബ്രസീലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലോക വ്യാപാര സംഘടന ഉൾപ്പെടെ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് ലുല വ്യക്തമാക്കി. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ചൊല്ലി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലെത്തി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോവലിന്റെ സന്ദർശനം. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഈ മാസം അവസാനം റഷ്യ സന്ദർശിച്ചേക്കും. ഇന്ത്യയ്ക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇപ്പോഴില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ട്രംപ് അറിയിച്ചു. ഇന്ത്യയ്ക്കെതിരായ അമേരിക്കയുടെ നീക്കത്തെ റഷ്യ അപലപിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് US രാസവളം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യയിൽ നിന്ന് രാസവളം US ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇന്ത്യയ്ക്കെതിരെ തിരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ച് UN-ലെ മുൻ US അംബാസഡർ നിക്കി ഹേലി. US ചൈനയ്ക്കുമേലുള്ള തിരുവ 90 ദിവസത്തേക്ക് നിർത്തിവെച്ചത് ഇരട്ടത്താപ്പാണെന്നും അവർ വിമർശിച്ചു.
ഈ നീക്കം US ഇന്ത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും ശത്രുവായ ചൈനയെ വെറുതെ വിടാതെ ഇന്ത്യയെപ്പോലുള്ള ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതെന്നും ഹേലി ട്രംപിനെ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.